നമസ്കാരം. അതിപ്രാചീനമായ പ്രകൃതിദത്തമായ ഒരു ഗുഹാക്ഷേത്രമാണ് ഇത്. റോഡിൽ നിന്നും അല്പദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പക്ഷേ കയറാൻ തുടങ്ങിയപ്പോൾ ഒരുവിധം നന്നായിട്ടുള്ള കയറ്റം തന്നെയായിരുന്നു. ഒരു ഭാഗത്തു കൂടി ഗംഗാനദി ഒഴുകുന്നു, അതിശക്തിയോടുകൂടി ഒഴുകുന്നു. എല്ലാവരും ഈ ബാർക്കോട്ടിൽ നിന്നും ഉത്തർകാശിയിലേക്ക് സീതാപൂരിലേക്ക് പോവുകയാണ്. ഇതിന് നടുവിൽ ഗംഗോത്രിയും സന്ദർശിക്കും. ഇടയിലുള്ള ഒരു ഗുഹാക്ഷേത്രമാണ് ഈ ചെറിയൊരു ക്ഷേത്രം മുന്നിലുണ്ട്. അതിനുശേഷം ഒരു ഗുഹയിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉള്ളിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഒരു ഭാഗത്ത് നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കല്ലിലേക്കൂടി. കല്ലിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ആനയുടെയും വ്യാളിയുടെയും ഒക്കെ കാലുകൾ മുഴുവനായിട്ട് ഈ ഗുഹയിൽ പോകാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നമ്മുടെ ഗ്രൂപ്പ് ഒരുവിധം എല്ലാവരും ആ ഗുഹയിൽ കയറിയിരുന്നു. ഒരാൾക്ക് കഷ്ടിച്ച് ഇറങ്ങാൻ പറ്റുന്നൊരു ഗുഹയാണ്. ഉള്ളിലൊരു പൂജാരിയുണ്ട്, പുറത്ത് വാച്ച്മാനൊക്കെയുണ്ട്. ആ ചെറിയ ഗുഹയിലേക്കൂടി 5 പേർക്ക് മാത്രമേ ഒരു തവണ ഉള്ളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു ശിവലിംഗം, സ്വയംഭൂവായിട്ടുള്ള ഒരു ശിവലിംഗമാണ്, പാറമാതിരിയുള്ള ഭയങ്കരമായ ശിവലിംഗം. ഭാഗത്തുകൂടി നദി ഒഴുകുന്നു. പാറയിൽ ഏതോ കാലത്തുണ്ടായ മൃഗങ്ങളുടെ കാലുകളാണെന്ന് തോന്നുന്നു. വ്യാളിയുടെ കാല്, പല്ല് ഇതൊക്കെ കണ്ടു. കാലുകളൊക്കെ അങ്ങനെ ആനയുടെ കാല് പോലും ഒരു സ്ഥലത്ത് കണ്ടു. ആനയുടെ നഖങ്ങളും കാലുമൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ തണുപ്പിൽ ഉറഞ്ഞുപോയി, ഏതോ കാലത്ത് ഉറഞ്ഞുപോയ ആ കാലുകൾ അങ്ങനെ തന്നെ ഫോസിലുകളായി നിലകൊള്ളുന്നതാണ് എന്നാണ് തോന്നുന്നത്. വളരെ കുറച്ച് സമയം ഇതാണ് ശിവലിംഗം, സ്വയംഭൂലിംഗമാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളിൽ നിൽക്കാൻ അനുവദിക്കുന്നുള്ളൂ. എങ്കിലും ആ നിമിഷത്തിനുള്ളിൽ ആനയുടെ കാലൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അതേപോലെ കാല് പാറയിൽ അങ്ങനെ ഉറച്ചുപോയി നിൽക്കുന്നുണ്ട്. ഫുൾ ഈർപ്പമാണ് ഉള്ളിൽ, എല്ലാം വെള്ളമയമായിട്ട്. ഇവിടെ ഒരു പൂജാ വിഗ്രഹവും പൂജയുമൊക്കെയുണ്ട്. ആനക്കാലൊക്കെ അങ്ങനെ തന്നെ ആ പാറപ്പുറത്ത് കാണാം. അങ്ങനെ കാലായിട്ട് തന്നെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അധിക സ്ഥലം ഇരുട്ടാണ്. പ്രകൃതിയുടെ ആ ഒരു വിചിത്രത നമുക്കിവിടെ ദർശിക്കാവുന്നതാണ്. പ്രാചീന പ്രകൃതി ഗുഹ എന്നാണ് ഇതിന് പറയുന്നത്. ശിവനാണ് ആരാധിക്കുന്നത്. ആ ഗുഹയിലേക്കുള്ള എൻട്രൻസാണ് ഈ കാണുന്നത്. ചെങ്കുത്തായ മല കയറിയിട്ട് വേണം തന്നെ പോകാൻ. ചുറ്റും ആപ്പിളൊക്കെ വിൽക്കുന്ന കടകളും മറ്റുമുണ്ട്. വന്നവരൊക്കെ ആപ്പിളും മറ്റും പേരക്ക തുടങ്ങിയ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് പോകുന്നത്. ആപ്പിൾ തോട്ടമാണ് ചുറ്റുമുള്ളത് എന്ന് തോന്നുന്നു. ആപ്പിളും പിന്നെ ഈ പൂച്ചെടിയിൽ നിന്നും വിൽക്കുന്ന ചെറിയ സാധനങ്ങളുമൊക്കെ എല്ലാവരും വാങ്ങുന്നുണ്ട്. ഈ ഗുഹ ശരിക്കും ഒരു അത്ഭുതകരമായിട്ടുള്ള ഗുഹ തന്നെയാണ്. നമുക്ക് കണ്ടാൽ കുറച്ച് നേരം നോക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ അധിക സമയം 5 പേർക്ക് മാത്രം നിൽക്കുന്നത് കൊണ്ട് അധിക സമയം ആരെയും നിർത്തില്ല, വേഗം പുറത്തിറങ്ങാൻ പറയുന്നുണ്ട്. എനിക്ക് ആ കാലുകളൊക്കെ കണ്ടിട്ട് വളരെ അത്ഭുതമാണ് തോന്നിയത്. ഈ കാണുന്ന കാലൊക്കെ